ഹലോ കൂട്ടുകാരെ, ഇഡലിക്കും ദോശയ്ക്കും സാമ്പാറും ചമ്മന്തിയും കഴിച്ച് മടുത്തെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയേ. പിന്നെ നിങ്ങൾ ഇതേ കഴിക്കത്തുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തി റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരു ചെറിയൊരു ഇതെടുക്കുക, മിക്സിയുടെ ജാറെടുക്കുക. അതിലേക്ക് ജീരകം, വെളുത്തുള്ളി, പിന്നെ ഉണക്കമുളക്. അത് ഉണക്കമുളക് എന്ന് പറഞ്ഞാൽ കാശ്മീരി ഉണക്കമുളകാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകം ഒഴിവാക്കാം, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ. അതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാതെ ചെറുതായിട്ട് തരിതരിപ്പോട് കൂടി ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 തക്കാളിയും കൂടി നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുക. 2-3 ഉണക്കമുളക് ചെറുതായിട്ട് കഷ്ണിച്ചതിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇവിടെ ഞാൻ നല്ലതുപോലെ ഒന്നും അരച്ച് വെച്ചിട്ടില്ല, എന്നാലും ചെറിയൊരു തരിതരിപ്പൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലതുപോലെ അരച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളവരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്കൊരു സീക്രട്ടായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് കുറച്ച് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ഇത് നമ്മളിപ്പം ചേർത്ത് കൊടുക്കുമ്പോൾ അത് നല്ലപോലെ കുറുകും കേട്ടോ, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമ്മുടെ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഇഡലി മാവാണ്. ഇഡലി മാവ് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ നല്ല സ്പീഡിൽ ഇളക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡലി മാവൊക്കെ വെന്ത് കട്ടായി പോകും. അപ്പം നല്ലതുപോലെ ഒന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇഡലി മാവ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കറി നല്ല തിക്കായിട്ട് വരും. ഈ തിക്കായിട്ട് വരുന്നത് കൊണ്ടാണ് നേരത്തെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് കുറച്ചുകൂടി ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തോ ചൂടുവെള്ളം ചേർത്തോ കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പെട്ടെന്ന് ക്യുക്കായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ സാമ്പാറൊക്കെ ഇതിൻ്റെ മുന്നിൽ തോറ്റു പോകും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഇഡലിയുടെയും കൂടെ ദോശയുടെ കൂടെ നല്ല ചൂട്, ഇഡലിയുടെ കൂടെ നല്ല ചൂട് ഈ ചട്നിയും കൂടി ഒഴിച്ച് ഒന്നങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.